ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമനെ കാണാനായിട്ട് ആ ഒരു ക്രിമിനൽ ലോയർ വരികയാണ് കേട്ടോ. അതിനുശേഷം തന്നെ സംസാരിക്കുന്നുണ്ട് ബലരാമനോട്. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ നിൻ്റെ കൺമുന്നിൽ വെച്ച് തരും. അതിന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പല്ലും നഖവും ഒക്കെ കൂർപ്പിച്ച് നിർത്തിക്കോ നീ. അതിനാണ് ഞാൻ ഈ ഒരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. നീ ടെൻഷൻ അടിക്കേണ്ട. സുമിത്ര മേഡത്തിനോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പാലിക്കും. ബലരാമ, നീ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ആ ക്രിമിനൽ ലോയർ തന്നെ ബലരാമനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണിയാണ്. കൺമണിയാണെങ്കിലോ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാത്രിയായിട്ടുണ്ട്. അപ്പം ധനലക്ഷ്മി വന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി ഇത്രയും വൈകിയത്? നീ എവിടെ പോയിരിക്കുകയായിരുന്നു? വരുണിനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അവൻ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഓ, വരുണിൻ്റെ പ്രിയപ്പെട്ട ഏടത്തിയാണല്ലോ, എല്ലാ കാര്യങ്ങളും വരുണിനോട് ചോദിച്ചു നോക്ക്, അവൻ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഒന്ന് ചോദിച്ചു നോക്കണം എന്ന് പറയുന്നുണ്ട്. എന്നോടല്ല ചോദിക്കുക എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ, ഇവൾ ഇത്രയും നേരം വരുണിനോട് എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, വരുണിനോട് നേരിട്ട് തന്നെ ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വരുണിനെ ഫോൺ ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം വരുണ് സംസാരിക്കുന്നുണ്ട്. ഏട്ടത്തി ഏട്ടത്തി എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, കൺമണി നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അയ്യേ വരുണ്, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തെങ്കിലും വേണ്ട കല്യാണം വേണ്ട എന്നെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണോ അവൾ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. എൻ്റെ ഏട്ടത്തി, കൺമണിക്ക് പൂർണ്ണ സമ്മതമാണ് തിങ്കളാഴ്ച ഞങ്ങളുടെ വിവാഹം നടത്താനായിട്ട്. മാത്രമല്ല അവൾ പറഞ്ഞ കാര്യം, അതായത് ഞങ്ങൾ തമ്മിലുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏട്ടത്തിയോട് പറയാനായിട്ട് കൊള്ളില്ല. കാരണം അവൾ എന്നോട് ഒരുപാട് സ്നേഹത്തോടു കൂടി സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും മാറ്റം കൺമണിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുക ചെയ്തത്. എന്നെ വലിയ സ്നേഹത്തോടു കൂടി എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഏട്ടത്തിനോട് പറയുന്നതിലൊരു പരിധിയുണ്ട്. എന്നാൽ ശരി ഏട്ടത്തി, വെക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഇതെല്ലാം കേട്ട ധനലക്ഷ്മിക്ക് കണ്ണ് തള്ളുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ധനലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ ആ 101 പവൻ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുമോ? അങ്ങനെ രണ്ടിനെയും തിരിച്ചു കൊടുക്കില്ല. അവരിനി എന്ത് പറഞ്ഞാലും വേണ്ടില്ല എന്നൊക്കെ ധനലക്ഷ്മി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഗോകുലിനെ കേട്ടോ. ഗോകുലാണെങ്കിൽ കൺമണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പം നല്ല സന്തോഷത്തിലാണല്ലോ, എന്തായി ക്രിസ്താർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്തായി വരുൺ ചേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ വരുണാണ്, ഞാനാണെങ്കിൽ കൃഷും അതുപോലെ കൺമണിയും. അതിനുശേഷം തന്നെ പറയുകയാണ്, നീ എന്തിനാണ് കൃഷിൻ്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ വരുൺ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ കൃഷി എന്താ പറഞ്ഞതെന്നറിയോ, ഇതെൻ്റെ പെണ്ണാണ്, ഞാൻ താലി കെട്ടിയതാണ് ഇവളെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വരുൺ നമ്മുടെ ഗോകുലിന് നല്ല സന്തോഷമാവുന്നുണ്ട്. സത്യമാണോ അപ്പേ, ഇങ്ങനെയൊക്കെ വാനിച്ചേട്ടൻ അപ്പയോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വരുൺ പറഞ്ഞതോടു കൂടി തന്നെ ക്രിസ്സാർ ഇടപെട്ടുടാ. അവൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഭാര്യയാണ് ഇവൾ എന്ന രീതി, എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കൂ എന്ന് പോലും ക്രിസ്സാർ അവിടെ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ ഗോകുലി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അപ്പം ലക്കിയാണ്, ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അങ്ങനെ ടെൻഷൻ ആവാതിരിക്കാനുള്ള കാരണമൊന്നും ആയിട്ടില്ല മോനെ. കാരണം വരുൺ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ള ആരും അറിഞ്ഞിട്ടില്ല. വരുൺ ചിലപ്പോൾ ഇത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ, എന്താ സംഭവിക്കാമെന്നറിയില്ല, എനിക്കിപ്പോഴും ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ക്രിസ്സാറുണ്ടല്ലോ അപ്പയുടെ കൂടെ, പിന്നെ എന്തിനാ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാനും ഉണ്ടല്ലോ, പിന്നെന്താ പേടിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് അപ്പയുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ടെന്ന രീതിയിൽ ആ ഒരു മോൻ പറയുന്നുണ്ട്. എന്നാലേ അപ്പ സ്വപ്നം കണ്ടോ, ഞാൻ പോയിട്ട് പഠിക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണി പിന്നെ രാത്രി നടന്ന കാര്യങ്ങളും അവിടെ ആ പാർക്കിൽ വെച്ച് നടന്ന കാര്യങ്ങളും എല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മുടെ സാഗറിനെയായിട്ട് കാണിക്കുന്നത് മഹിയോട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അവർ രണ്ടുപേരും ജർമ്മനിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. ആ ക്രിമിനൽ ലോയറിനെ സ്വാധീനിക്കണം, പൈസ കൊടുത്താലും വേണ്ടില്ല, ബലരാമൻ്റെ പുറകിലുള്ള ആ ഉദ്ദേശങ്ങളെല്ലാം തന്നെ പറയണം, മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നീയും ദേവിജി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി പോകുന്നത്. കൃഷിൻ്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. മാത്രമല്ല ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ കൃപയുടെ അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ രഹസ്യങ്ങളും നീ അത് രഹസ്യമായി തന്നെ അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട്. സാർ നന്നായിട്ട് തന്നെ പോയിട്ട് വാ, ഒരു ടെൻഷനും വേണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ, എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ വിളിച്ച് അറിയിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ കൃഷി വരുന്നുണ്ട്, നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും
കൃഷി അറിയണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറയുന്നു. പക്ഷേ കൃഷി ചാടിത്തുള്ളി കോമരായിട്ട് വരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ചാടിത്തുള്ളി വരുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് നടന്നോ ചോദിക്കുന്നു. ഇത് നല്ല ദിവസമായിരുന്നു, എൻ്റെ പ്രണയത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്, നിനക്ക് വീണ്ടും പട്ടായോ എന്ന് ചോദിക്കണേ. ആടാ കൺമണി, ഞാൻ താലി കെട്ടി. താലി കിട്ടിയെന്ന് മാത്രമല്ല ആ വരുണിനോട് ഞാൻ എൻ്റെ പെണ്ണിനെ കാല് കെട്ടിയ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുന്നു. നീ എന്തായി പറയുന്നത്, കൺമണിയെ താലി കെട്ടിയെന്നോ, നീ എന്താ വട്ടാണോ നിനക്കെന്ന് ചോദിക്കുന്നു. എടാ സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ അവൾ താലി കെട്ടിയടാ, എൻ്റെ പെണ്ണാക്കി മാറ്റി. ഇനി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് വിവാഹം കഴിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അർദ്ധരാത്രി നിനക്ക് വട്ടായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എടാ ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ല. ഞാൻ കൃപയെ പിടിച്ച് സത്യം ചെയ്താൽ നീ വിശ്വസിക്കില്ലേ? ശരി, കൃപയെ പിടിച്ച് സത്യം ചെയ്യുന്നു. പക്ഷെ മഹിക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, കൺമണിയെ താലി കെട്ടിയെന്നോ, ചിലപ്പോൾ കാണാൻ ഇവർ ഉടക്കിലും പിന്നെ ഇപ്പോഴത്തെ പ്രണയത്തിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എടാ നീ ആ മാനസയെ വിവാഹം കഴിക്കാൻ പോകുന്നതല്ല, കൺമണിയാണ് ഈ മറ്റൊരാളെ. എടാ അതൊക്കെ വിട്ടടാ, എനിക്ക് അവളെ തന്നെ മതി, ഞാൻ അവളെ കാല് കെട്ടിപ്പോയി എന്ന രീതിയിൽ പറയുന്നു. എന്ത് പൊട്ടത്തിരൊക്കെയാണ് ഇവൻ പറയുന്നത്, സത്യം കൃപയെ പറഞ്ഞില്ലേ ഞാൻ, പിന്നെന്താ എനിക്ക് ഇത്ര വിശ്വാസക്കേട്, എനിക്ക് വിശ്വസിച്ചാലില്ലെങ്കിലും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി കൃഷ്ണാകത്തേക്ക് പോകുന്നു. മഹിയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. ഇവന് വട്ടന്നെ എന്ന് പറയുന്നു. പിന്നീടും കാണിക്കുന്ന ബലരാമൻ്റെ അച്ഛനെയും അമ്മയും സുമിത്രയും ബാലുവിനും പെട്ടെന്ന് തന്നെ സഹദേവൻ്റെ ഫോണിൽ നിന്ന് ബലരാമൻ വിളിക്കുന്നുണ്ട്. അമ്മേ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട്. ബലരാമനാണെന്ന് പറയുന്നു. എന്താ മോനെ, മോൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ, മോൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അമ്മേ എൻ്റെ അച്ഛനും അമ്മയും അതാരാണെന്ന് എന്നോട് പറയാമേ, എനിക്ക് അത്രമേൽ വിഷമാവുന്നുണ്ട്. എൻ്റെ മോനെ, ആ വക്കീൽ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അയാൾ നിന്നോട് കാര്യങ്ങളൊക്കെ പറയും ഒരു ദിവസം, നീ വിഷമിക്കേണ്ട, എല്ലാം തന്നെ നീ ക്ഷമിച്ച് കാത്തു നിൽക്കുന്നേ പറ്റൂ. ഞങ്ങൾക്കറിയാം ആ രഹസ്യം, പക്ഷേ നിന്നോട് പറയാൻ ഒരു സമയമുണ്ട്, നീ പുറത്തിറങ്ങട്ടെ, അതിനുശേഷം നോക്കാം. നിനക്കിപ്പോൾ ഒരു വനവാസ കാലഘട്ടമാണെന്ന് വിചാരിച്ചോ, എല്ലാം കൊണ്ടും നിനക്ക് രാജയോഗം തന്നെ വരാനായിട്ട് പോകുന്നു, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, ഞങ്ങൾ നിൻ്റെ ഒപ്പമുണ്ട്, നീ ഒരു വിഷമം എണിക്കണ്ട, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് ബലരാമനെ സമാധാനിപ്പിച്ച് വിടുന്നു. ആ സമയത്ത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സുമിത്രയോട്, എന്താ അച്ഛനും അമ്മയും സംസാരിച്ചത്, ഏട്ടനോടല്ലേ എന്ന് പറയുന്നു. ഏട്ടനോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, നീ ഒരു വക്കീലാണല്ലോ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുന്നു. വക്കീലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ എന്ന് ബലരാമനോട് തന്നെ സംസാരിച്ചത്. പിന്നെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ, അച്ഛ അമ്മ എന്നൊക്കെ, എൻ്റെ അച്ഛൻ ആരാ അമ്മ ആരാ എന്നുള്ളത് ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുന്നു. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, നാളെ അല്ലെങ്കിൽ ഞാൻ ചേട്ടനെ കാണാനായിട്ട് പോകും, അപ്പോഴത്തന്നെ ചേട്ടൻ എല്ലാം എന്നോട് തുറന്ന് പറയും, അതിന് മുന്നേ നിങ്ങൾക്ക് പറയുന്നതാണ്, അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ നിന്നോട് പറയാം, നാളെ മുതൽ അവൻ പറയുമല്ലോ. എന്താണെന്ന് വെച്ചാൽ ബലരാമൻ നിൻ്റെ ഏട്ടനല്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് അമ്മയെ പറയുന്നത്, അവൻ നമ്മുടെ മകനല്ല, നമ്മുടെ കുടുംബത്തിലെ ആരുമല്ല, നീ ഞങ്ങളുടെ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ മറ്റൊരാളുടെ മകനാണെന്ന രീതിയിലൊക്കെ പറയുന്നു. ഭാഗ്യശ്രീക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ആ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.